എല്ലാ ഹരിസേവകർക്കും സ്വാഗതം. ആദ്യമായി വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിലേക്കായി പ്രിയാവിലാസ് കരുവാരക്കുണ്ടിൽ നിന്നും. ഹരിശരണം പ്രിയാജി. ഹരിശരണം. തുടങ്ങട്ടെ? തുടങ്ങിക്കോളൂ. ശാന്തി ശാന്തി ശാന്തി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാമ്നേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമഃ. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ടലം കപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാമാദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ശ്രീവൈശമ്പായന ഉവാച ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവാഭ്യഭാഷത. ശ്രീയുധിഷ്ഠിര ഉവാച കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സുവന്ദകം കമർത്യന്ത പ്രാപ്നുയുർമാനവാ ശുഭം. ഓ ധർമ്മഃ സർവധർമാണാം ഭവതഃ പരമോ മതഃ കിം ജപന്മുച്യതേ ജന്തുർ ജന്മ സംസാരബന്ധനാത്. ശ്രീഭീഷ്മ ഉവാച ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സുവന്നാമ സഹസ്രേണ പുരുഷസ്തതതോത്ഥിതഃ. തമേവ ചാർത്ഥയന്നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സുവർണമസ്യംശ്ച യജമാനസ്തമേവ ച. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സുവന്നിത്യം സർവദുഃഖാധിഗോ ഭവേത്. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം. ഏഷ മേ സർവധർമാണാം ധർമ്മോധിഗതമോ മതഃ യദ്ഭക്ത്യാ പുണ്ഡരീകാക്ഷം സ്തവൈരർച്ചേർനരഃ സദാ. പരമം യോ മഹത്തേജ പരമം യോ മഹത്തപഃ പരമം യോ മഹദ്ബ്രഹ്മ പരയംയപരായണം. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ വേദഃപിതാ. യതഃ സർവാണി ഭൂതാനി ഭവന്ത്യാദിയുഗാഗമേ യസ്മിൻശ്ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ. തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണോർനാമ സഹസ്രം മേ ശൃണു പാപഭയാപഹം. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭിഃ പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ.
ഓം വിശ്വം വിഷ്ണുർവഷത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിദാന്നേത പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവ ശിവസ്ഥാണുർഭൂതാദിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ദാതാ വിധാതാ ധാതുരുത്തമ അപ്രമേയോ ഋഷികേശ പത്മനാഭോ മനഃപ്രഭു വിശ്വകർമാ മനുസ്തഷ്ടാസ്തവിഷ്ഠസ്തവിരോ ധ്രുവ അഗ്രാഹി ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർദന പ്രഭുതസ്ത്രിതകുബ്ധാമാ പവിത്രം മംഗളം വരം ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാധർഷ കൃതജ്ഞ കൃതിരാത്മവാൻ സുരേഷ ശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ അഹ സംവത്സരോ വ്യാഴ പ്രത്യയ സർവദർശന അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകപിരമേ ആത്മാ സർവയോഗ വിനിസൃത വസുർവസുമനാ സത്യസമാത്മാ സംമിത സമ അമോഘ പുണ്ഡരീകാക്ഷോ വിഷകർമാ വിഷാകൃതി രുദ്രോ ബഹുശിരാ ബഭ്രുർവിശ്വയോനീശുചിശ്രവ അമൃത ശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാം സർവഗ സർവവിദ്വാനുർവിശ്വസ്തേനോ ജനാർദ്ദന വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിദ്കവി ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംശ്ചതുർഭുജ പ്രാജിഷ്ണുർഭോജനം ഭോക്താ സഹിഷ്ണുർജഗദാദിജ അനകോ വിജയോ ജേതാ വിശ്വയോനി പുനർവസു ഉപേന്ദ്രോ വാമന പ്രാംശുരമോഘ ശുചിരൂർജിത അതീന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമ വേദ്യോ വൈദ്യസദാ യോഗി വീരഃ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതി അനിർദ്ദേശ്യവപു ശ്രീമാനമേ ആത്മാ മഹാധൃതി മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംബരി ഹരീജിർദമനോ ഹംസ സുവർണോ ഭുജഗോത്തമ ഹിരണ്യനാഭസുതഭാ പത്മനാഭ പ്രജാപതി അമൃത്യു സർവദർസിംഹ സന്ധാതാ സന്ധിമാൻ അജോ ദുർമർഷണശാസ്താ വിശ്രുതാത്മാ സുരാരിക ഗുരുർഗുരുതമോ ധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷ സദ്വി വാചസ്പതിരുദാരധി അഗ്രണിർബ്രാഹ്മണി ശ്രീമാന്യായോ നേതാ സമീരണ സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രവാൻ ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംഭ്രമർദ്ദന അഹ സംവർത്തകോ വന്യജനിനോ ധരണീധര സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃക് വിശ്വദൃഗ്വിഭു സത്കർത്താ സത്കൃത സാധുർജന്യുർനാരായണോ നര അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകൃതി സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ സിദ്ധിദ സിദ്ധി സാധന വൃഷാഹി വിഷഭോ വിഷ്ണുർവൃഷപർവാ വൃഷോദര വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്ത ശ്രുതി സാഗര സുഭുജോ ദുർധരോ അഗ്നി മഹേന്ദ്രോ വസുദോ വസു നൈകരൂപോ ബൃഹദ്രൂപ ശിവവിഷ്ട പ്രകാശന ഓജസ്തേജോദിതിധര പ്രകാശാത്മാ പ്രതാപന ഗൃധസ്പഷ്ടാക്ഷരോ മന്ത്രശ്ചന്ദ്രാംശുർഭാസ്കരദ്യുരി അമൃതാം ശുദ്ധോ ഭാനു ശശബിന്ദു സുരേശ്വര ഔഷധം ജഗദസ്സേതു സത്യധർമ്മ പരാക്രമ ഭൂതഭവ്യ ഭവന്നാഥ പവന പാവനോനല
കാമഃ കാമകൃത്വന്ത കാമകാമപ്രദ പ്രഭു യുഗാവർത്തോ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിദനന്ദജിത് ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ട ശിഖണ്ഡീനഹുഷോ വൃഷ ക്രോധഃ ക്രോധകൃത്തത്ത വിശ്വബാഹുർമഹീധര അച്യുത പ്രതിത പ്രാണ പ്രാണദോ വാസവാനുജ അപാനിധിരധിഷ്ഠാന പ്രമത്ത പ്രതിഷ്ഠിത സ്കന്ദസ്കന്ദരോ ദുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ പുരന്ദര അശോകസ്താരണസ്താര ശൂരശൗര്യർജനീശ്വര അനുകൂല ശതാവർത്ത പത്മീ പത്മനിഭേക്ഷണ പത്മനാഭോരവിന്ദക്ഷ പത്മഗർഭശരീരഭൃത് മഹർദിരിതോ വൃഥാത്മാ മഹാക്ഷോ ഗരുഡധ്വജ അതുലശരഭോ ഭീമഃ സമയജ്ഞോ ഹവിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിഞ്ജയ വിക്ഷരോ രോഹിതോ മാർഗോ ഗിരിദുർദാമോദര സഹ മഹീധരോ മഹാഭാഗോ വേഗമാനമിദാശനം ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനദോ ധ്രുവ പരദ്ധി പരമസ്പഷ്ട തുഷ്ട പുഷ്ട ശുഭേക്ഷണ രാമോ വിരാമോ വിരതോ മാർഗോ നയോ നയോനയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണവപ്രദോ ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വൈരഥോക്ഷജ ഋതുസുദർശന കാല പരമേഷ്ഠി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ വിസ്താരസ്ഥാവരസ്ഥാണു പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാഘോഷോ മഹാഭോഗോ മഹാധന അനിർവിണ്ണസ്തവിഷ്ടോ ഭൂർധർമ്മയുഗോ മഹാമഖ നക്ഷത്രനേമി നക്ഷത്രീ ക്ഷമക്ഷാമ സമീഹന യജ്ഞൈജ്യോ മഹേജ്യശ്ചക്രദുസ്സത്രം സദാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുഹൃദ സുമുഖ സൂക്ഷ്മ സുഘോഷ സുഗത സുഹൃത് മനോഹരോജിത ക്രോധോ വീരബാഹുർവിദാരണ സ്വാപന സ്വശോ വ്യാപീനൈകാത്മാനൈക കർമ്മകൃത് വത്സരോ വത്സലോ വത്സീരത്നഗർഭോ ധനേശ്വര ധർമ്മകൃത് ധർമ്മകൃത് ധർമ്മീ സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർവിധാതാ കൃതലക്ഷണ ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരു ഉത്തരോ ഗോപതിർഗോപ്താ ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭുദ്ഭോക്ത കബീന്ദ്രോ ഭൂരി ദക്ഷിണ സോമഭോ മൃഗഭ സോമ പുരുചിത് പുരുഷത്തമ വിനയോ ജയ സത്യസന്ധോ ദശർഹസപ്തദാമ്പതി ജീവോ വിനീതാ സാക്ഷി മുകുന്ദോ മിത വിക്രമ അംഭോരിതിരനന്ദാത്മാ മഹോദതിശയോണ്ടക അജോ മഹാഹസ്വാഭാവ്യോജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാ ത്രിവിക്രമ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഗകൃതാന്തകൃത് മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി ഗുഹ്യോ ഗഹനോ ഗുപ്തചക്രഗദാധര വേദസ്വംഗോജിത കൃഷ്ണോ ദൃഢസംഘർഷണോച്യുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമന ഭഗവാൻ ജീവനമാലീഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗരി സത്തമ സുധന്വാഖണ്ഡപരശുർദാരുണോ ദ്രവിണപ്രദ ദിവസ്പൃക് സർവദിക്ഷ്യാസോ മാജസ്പതിനയോ നിജ ത്രിസാമസാമഗസാമ നിർവാണം ഭേഷജം വിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാശാന്തിപരായണം ശുഭാംഗശാന്തിദ സൃഷ്ടാ കുമുദകുലേശയ ഗോഹിതോ ഗോപതിർഗോപ്താ വൃഷഭാക്ഷോ വൃഷപ്രിയ അനിവർത്തി നിവൃത്താത്മാ സംക്ഷേത്താക്ഷേമകൃച്ഛിവ
ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമദംബര ശ്രീധശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീധര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ സ്വക്ഷസ്വംഗശ്ചദാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിച്ഛിന്ന സംശയ ഉദീർണ സർവദശ്ചക്ഷുരനീശ ശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോകശോകനാശന അർച്ചിഷ്മാനർച്ചിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോ മിത വിക്രമ കാലനേമിനിഹാവീര ശൗരീ ശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിഹാ ഹരി കാമദേവ കാമബാല കാമീകാണ്ഡകൃതാഗമ അനിർദ്ദേശ്യ വപുർവിഷ്ണുർവീരോ നന്ദോ ധനഞ്ജയ ബ്രഹ്മണ്യോ ബ്രഹ്മവിദ് ബ്രഹ്മ 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 വിവർധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണ പ്രിയ മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർമഹായജ്വാ മഹായജ്ഞോ മഹാഹവി സ്തവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതിസ്തോധാരണ പ്രിയ പൂർണ്ണപൂരയിതാ പുണ്യ പുണ്യകീർത്തിരനാമയ മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി സദ്ഗതി സത്കൃതി സത്താ സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുന ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ നല ദർപ്പഃ ദർപ്പദോ ദൃഗ്ധോ ദുർധരോ ധാപരാജിത വിശ്വമൂർത്തിർ മഹാമൂർത്തിർദീപ്തിമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തിശതാനന ഏകോനൈകസവഃ യത്തത്പദമനുത്തമം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സല സുവർണവർണോ ഹേമംഗോ വരാംഗശ്ചന്ദനാഗതി വീരഹാ വിഷമശൂന്യോ ഹൃദാശീതജലശ്ചല അമാനീ മാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകധൃത് സുമേധാ മേധജോധന്യ സത്യമേധാധരാധര തേജോ വൃഷോദിധിധര സർവശസ്ത്രഭൃതാംബര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ ചതുർമൂർത്തി ചതുർബാഹുശ്ചതുർവ്യൂഹശ്ചതുർഗതി ചതുരാത്മാ ചതുർഭാവശ്ചതുർവേദ വിദേഗവാൻ ആവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭംഗോ ലോകസാരംഗ സുദന്തുസ്തന്തു വർധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ ഉദ്ഭവ സുന്ദര സുന്ദോരത്നാഭ സുലോചന അർക്കോ വാജസന ശൃംഗീ ജയന്ത സർവവിജയീ സുവർണ ബിന്ദുരക്ഷോഭ്യ സർവാഗീശ്വരേശ്വര മഹാഹൃദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോനില അമൃതാശോ മൃതവപു സർവജ്ഞ സർവതോമുഖ സുലഭ സൂത സിദ്ധ ശത്രുജിശത്രുദാപന നിഗ്രോധോദുംബരോ ശുദ്ധ ചാണുരന്ധ്രനിഷൂദന സഹസ്രാർച്ചി സപ്തജിഹ്വ സപ്തൈതാ സപ്തവാഹന അമൂർത്തിരനഘോ ചിന്യോ ഭയനാശന അണുർബൃഹത്കൃശസ്ഥൂലോ ഗുണമന്നിർഗുണോ മഹാൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാഗ്വംശോ വംശവർധന ഭാരഭൃത്കഥിതോ യോഗീ യോഗീശ സർവകാമദ ആശ്രമശ്രമണക്ഷാമ സുവർണോ വായുവാഹന ധനുർധരോ ധനുർവേദോ ദണ്ഡോദമൈതാദമ അപരാജിത സർവസഹോ നിയന്താ നിയമോയമ സത്വാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന വിഹായ സഗതിർജ്യോതി സുരുജർകുതൽവിഭു രവിർവിരോചന സൂര്യ സവിതാര വിലോചന അനന്തോ ഹുതഭുഗ്ഭോക്ത സുഗതോ നൈഗ്രജ അനിർവിണ്ണ സദാമഷീ ലോകാധിഷ്ഠാനമദ്ഭുത സനാത് സനാതനതമഃ കപില കപിരവ്യയ
സ്വസ്തിദ സ്വസ്തി 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 ഭുക് സ്വസ്തി ദക്ഷിണ അരൗദ്ര കുണ്ടലീ ചക്രീ വിക്രമോർജിത ശാസന ശബ്ദാധിക ശബ്ദ സഹശിശിര ശർവരീകര അക്രൂരത്തേശലോ ദക്ഷോ ദക്ഷിണ ശ്രമിണാംബര വിദ്വത്വമോ വീതഭയ പുണ്യശ്രവണ കീർത്തന ഉത്താരണോ ദുഷ്കൃതിഃ പുണ്യോ ദുസ്വപ്നനാശന വീരഹാരക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത അനന്തരൂപോനന്ദ ശ്രീർജിതമന്യുർഭയാപഹ ചതുരശ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശ അനാദിർഭുർഭുവോ ലക്ഷ്മീ സുവിരോരുചിരാംഗത ജനനോ ജനതന്മാതിർഭീമോ ഭീമപരാക്രമ ആധാരനിലയോ ദാതാ പുഷ്പഹാസ പ്രജാഗര ഊർധ്വഗസത്പദാചാര പ്രാണദ പ്രണവപ്പണ പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവന തത്വം തത്വവിദേഹാത്മാ ജന്മമൃത്യുജരാദിക ഭുർഭുവ സ്വസ്തരുസ്താര സവിതാ പ്രപിതാമഹ യജ്ഞോ യജ്ഞപതിർയജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃ യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യമന്നമന്നാദേവ ച ആത്മയോനി സ്വയം ജാതോ വൈഖാനസാമഗായന ദേവകീനന്ദന സൃഷ്ടീശ പാപനാശന ശംഖവൃന്നന്ദഗീ ചക്രീ ശാർഗധന്വാഗദാധര രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ ശ്രീ സർവപ്രഹരണായുധ ആത്മയോനി സ്വയം ജാതോ വൈഖാനസാമഗായന ദേവകീനന്ദന സൃഷ്ടീശ പാപനാശന ശംഖവൃന്നന്ദഗീ ചക്രീ ശാർഗധന്വാഗദാധര രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ ശ്രീ സർവപ്രഹരണായുധ ആത്മയോനി സ്വയം ജാതോ വൈഖാനസാമഗായന ദേവകീനന്ദന സൃഷ്ടീശ പാപനാശന ശംഖവൃന്നന്ദഗീ ചക്രീ ശാർഗധന്വാഗദാധര രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ സർവപ്രഹരണായുധ ഓം നമ ഇതി വനമാലീ ഗരീശാർഗീ ശംഖീ ചക്രീ ച നന്ദഗീ ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിരക്ഷതോ വനമാലീ ഗരീശാർഗീ ശംഖീ ചക്രീ ച നന്ദഗീ ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിരക്ഷതോ വനമാലീ ഗരീശാർഗീ ശംഖീ ചക്രീ ച നന്ദഗീ ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിരക്ഷതോ ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിശരണം. ഹരിശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. നാരായണ ഗുരുവായൂരപ്പ ആശ്രമം പാലക്കാടിന്റെ അഹുമിക്കത്തിൽ നടത്തി വരുന്ന ശ്രീ വിഷ്ണു സഹസ്രനാമ സത്സംഗത്തിലേക്ക് എല്ലാ ഹരിസേവകർക്കും സ്വാഗതം. പൂജ്യ ഗുരുക്കന്മാരായ തിരുമേനിയെയും അമ്മയെയും ഭക്ത്യാദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സഹസ്രനാമ തത്വവിചാരത്തിനായി തിരുമേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. തിരുമേനി ലോഗിനായിട്ടുണ്ട്. എക്കോ വരുന്നുണ്ട്.
മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഹരിശരണം. ഇന്നത്തെ സഹസ്രനാമം അധ്യയനം ചെയ്യുന്നതിലേക്കായി പൂജ്യ തിരുമേനിയെ ഞാൻ ഒന്നുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ച 815 നാമമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഹരിശരണം തിരുമേനി. ഹരിശരണം. ഹരിശരണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വാരിപ്പാശരണം. വിഷ്ണു സഹസ്രനാമത്തിലെ ഓരോന്നും നമ്മുടെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന നാമങ്ങൾ. ഭാഗവതത്തിലെ വ്യാസഭഗവാന്റെ അവസ്ഥ വർണ്ണിക്കുന്നുണ്ട് 1-ാം സ്കന്ധത്തിൽ തന്നെ. മഹാഭാരതം തുടങ്ങിയിട്ടുള്ളതായ ഇതിഹാസങ്ങൾ പുരാണങ്ങൾക്കും എല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സംതൃപ്തി വരാത്തൊരവസ്ഥ വരുമ്പോഴാണ് ദേവർഷിയായിരിക്കുന്ന ശ്രീനാരദൻ അവിടെ വരുന്നത്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് വേദവ്യാസൻ, ഇത്രയൊക്കെ ചെയ്തിട്ടും ഏറ്റവും ധർമ്മത്തിനെ കുറിച്ചുള്ളതായ മഹാഭാരതം തുടങ്ങിയിട്ടുള്ളതായ എല്ലാ മഹാഗ്രന്ഥങ്ങളും അതുപോലെ വേദങ്ങളൊക്കെ ഞാൻ വിഭജിച്ചു കഴിഞ്ഞു, എല്ലാവർക്കും എല്ലാ ശിഷ്യന്മാർക്കും കൊടുക്കുകയും ചെയ്തു. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഒരു മുഴുവൻ തൃപ്തി വരാത്തതും, എൻ്റെ തൃപ്തി ആത്മസംതൃപ്തി എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായൊരു മറുപടി കൊടുക്കുന്നുണ്ട് ശ്രീ നാരദ മഹർഷി. എന്താണെന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ മഹത്വത്തിനെ വിശദീകരിച്ചു പക്ഷേ ഭഗവത് ലീലയുടെ മഹത്വം, ഭഗവാന്റെ മഹത്വം വർണ്ണിക്കുന്നതായ ഒരു മഹഗ്രന്ഥം സൃഷ്ടിച്ചാലേ നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടാവുള്ളൂ എന്ന തരത്തിലുള്ളതായൊരു നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണത്രേ ശ്രീമദ് ഭാഗവതം ഉണ്ടായത്. ബ്രഹ്മത്തിൽ ലസിക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷിക്ക് പോലും ഇതിൽ താല്പര്യമുണ്ടായി ഭഗവാന്റെ ലീലകളിൽ. ഇതുപോലെയാണ് സഹസ്രനാമത്തിലെ ഓരോന്നും, ഓരോ നാമങ്ങളും ഭഗവാന്റെ രൂപങ്ങളും നാമങ്ങളും ലീലകളും ഒക്കെ ചേർന്ന് ഉള്ളതായ ഒരവസ്ഥയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഈ ലോകത്തിൽ അതല്ലാതെ മറ്റൊന്നില്ല എന്നുള്ളതായ ഒരു വലിയ സത്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഗുരു ശിഷ്യന്മാർ, 2 ശിഷ്യന്മാരുടെ കുട്ടികളാണ് അവരുടെ കയ്യിൽ ഓരോ മാമ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിട്ട് ആരും കാണാത്തിടത്തിരുന്ന് കഴിക്കാൻ പറയുമ്പോൾ ഒരു കുട്ടി കഴിച്ചിട്ട് വന്നു. മറ്റേ കുട്ടി പറഞ്ഞു, ആരും കാണാത്തൊരു സ്ഥലം ഈ ലോകത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. 1 ഞാൻ തന്നെ കാണുന്നു, 2 ഈശ്വരൻ കാണുന്നു. അപ്പം അതുകൊണ്ടാണ് ഈശ്വരൻ കാണാത്തതായ ഒന്നും
കേൾക്കാത്തതായിട്ട് ഒന്നും, സാന്നിധ്യമില്ലാത്തതായ ഒരിടവും ഈ ലോകത്തിൽ ഇല്ല എന്നാണ് സർവമഹാത്മാക്കളും നമ്മളെ ഉപദേശിച്ചതും പറഞ്ഞു തന്നതും ഒക്കെ. അതുകൊണ്ടാണ് 815 നാമം പറഞ്ഞു സർവജ്ഞ എന്നായിരുന്നു ആ നാമം. അറിവാണ് ഭഗവാൻ. അതുകൊണ്ടാണ് സർവജ്ഞ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുസ്തകത്തിൽ നിന്ന് എത്ര പഠിച്ചാലും, പുസ്തകം എത്ര വായിച്ചാലും ശരിയായ ജ്ഞാനം അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് ഗുരുപ്രസാദം കൊണ്ടും ഈശ്വരപ്രസാദം കൊണ്ടും നേടിയെടുക്കേണ്ടതായ ഒരു മഹാ അനുഗ്രഹമാണ്. അതായത് പരമജ്ഞാനം പുസ്തകങ്ങളിൽ വിസ്തരിച്ചിട്ടില്ല എന്നർത്ഥം. ലക്ഷണാവൃത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ, ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് പരമജ്ഞാനം വാക്കുകളെ കൊണ്ട് വിസ്തരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അത് ഈശ്വര കാരുണ്യം കൊണ്ടും ഗുരുകാരുണ്യം കൊണ്ടും സിദ്ധിക്കേണ്ടതായ അനുഗ്രഹമാണ് വാസ്തവത്തിൽ. അപ്പം അതിനെ സൂചിപ്പിക്കുന്നതായ ഒരു നാമമാണ് 816 നാമത്തിൽ വരുന്നു സർവതോമുഖ എന്നാണ്. സർവതോമുഖ, എല്ലായിടത്തേക്കും മുഖം ഉള്ളവൻ എന്നർത്ഥം. താമരപ്പൂവിൽ പ്രത്യക്ഷപ്പെട്ടതായ ബ്രഹ്മദേവന് എന്തുകൊണ്ട് താൻ താമരപ്പൂവിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള രഹസ്യമറിയാതെ കണ്ട് 4 ഭാഗത്തും അദ്ദേഹം തെരഞ്ഞു നോക്കുന്നുണ്ട്. ആ 4 ഭാഗത്തേക്കും തിരഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 4 തലയുണ്ടായി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചിന്താശക്തി വളർന്നു, ധാരണാശക്തി വളർന്നു, അതുപോലെ ഈശ്വരകൃപ അദ്ദേഹത്തിൽ ചൊരിഞ്ഞു. സർവതോമുഖ എന്ന് പറയുമ്പോൾ സർവയിടത്തും എല്ലായിടത്തും മുഖമുള്ളവൻ. ഗീതയിൽ പറയുന്നുണ്ട് സർവതോക്ഷി ശിരോമുഖ. സർവദിക്കിലും അദ്ദേഹത്തിൻ്റെ അക്ഷികളും ശിരസ്സും മുഖമൊക്കെ ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ശിരസ്സും ഓരോ മുഖവും ഇതൊക്കെ ഭഗവാന്റെയാണ്. ഭഗവാൻ തന്ന ഒരു അനുഗ്രഹമാണ്, ഒരു സമ്മാനമാണ്. അത് ഭഗവാൻ അതിലുണ്ട് താൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതായ ചൈതന്യത്തിന്റെ പ്രഭാവം തിരിച്ചറിയാനും കൂടി ഇത് ഉപകരിക്കും. എൻ്റേതെന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല, എല്ലാം ഈശ്വരന്റെ തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ചക്രവർത്തി ചോദിച്ചു മഹാഗുരുവിനോട്, ഈശ്വരൻ എന്താണ് ചെയ്യുന്നത്, ഈശ്വരൻ എവിടെയാണുള്ളത്, വ്യക്തമാക്കി തരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഗുരുവിന് അത് വ്യക്തമാക്കി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അത് ചെയ്തില്ലെങ്കിൽ അതൊരു അപമാനമായിത്തീരും, അപകീർത്തിയായിത്തീരും. പക്ഷെ അദ്ദേഹൻ്റെ കൊച്ചുമകൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് രസമായിട്ട് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. രാജാവ് ചോദിച്ചു, അച്ഛൻ ഭയപ്പെട്ടിട്ട് വരാത്തതായിരുന്നു അല്ലേ എന്ന്. അപ്പൊ പറഞ്ഞു, അല്ല, ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ അച്ഛൻ്റെ ആവശ്യം ഇല്ല, ഞാൻ തന്നെ ചെയ്തോളാം, അത്രയേ ഉള്ളൂ ഇത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ഉപദേശം രാജാവിന് തരണമെങ്കിൽ രാജാവ് എന്നെ ഗുരുവായിട്ട് അംഗീകരിക്കണം, സ്വീകരിക്കണം. എന്ന് വെച്ചാൽ അവിടുത്തെ സിംഹാസനത്തിൽ ഗുരുസ്ഥാനീയനായ എന്നെ ഇരുത്തി ശിഷ്യനായി താഴ്ത്തു വന്നിരുന്നാൽ ഞാൻ ഇതിന് സത്യം പറഞ്ഞു തരാം. ഒന്ന്, അങ്ങനെ രാജാവ് സമ്മതിച്ച് രാജാവ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ഈ കൊച്ചുമകൻ അവിടെ കയറിയിരുന്നു, ചെങ്കോലും പിടിച്ചു, ആ അധികാരം പോലും പിടിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു നിമിഷം മുമ്പ് വരെ നിങ്ങൾ രാജാവായിരുന്നു, ഇപ്പൊ ഞാനാണ് രാജാവ്, നിങ്ങൾ പ്രജയിലൊരാളായിരിക്കും. ഇതാണ് ഈശ്വരൻ ചെയ്യുന്നത്. അനുനിമിഷം അവിചാരിതമായിട്ടുള്ളതായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ. അതിന് കാരണക്കാരൻ ഭഗവാൻ. ഇനി ഭഗവാൻ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഒരു
ദീപനാളം കത്തിച്ചാൽ ഈ ദീപനാളത്തിന്റെ പ്രകാശം എവിടേക്കുണ്ടെന്ന് ചോദിച്ചാൽ 4 ഭാഗത്ത് വ്യാപിച്ചു നിൽക്കുകയാണ്. ഇതുപോലെ ഈശ്വരന്റെ സാന്നിധ്യം സർവവ്യാപകത്വമാണ്, ഓൾ പ്രിവൈഡിങ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഈശ്വരൻ ചെയ്യുന്നത് എന്താണ്? ഈശ്വരന്റെ വ്യാപകത്വം എന്താണ്? സർവദിക്കില് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ മുഖം. സർവ്വം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സൂര്യൻ ചലിക്കുന്നു, സൂര്യൻ അതിൻ്റെതായ പ്രകാശങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇവിടെ സംഭവിക്കുമ്പോൾ അതിന്റെ പ്രേരക ശക്തിയായി നിന്നുകൊണ്ട് എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതായ ഒരു പരമസത്യം എന്നൊക്കെ പട്ടികപ്പാട് പറഞ്ഞു വെച്ചത്. ദിക്കുകളോ കാലങ്ങളോ അദ്ദേഹത്തിന് ബാധിക്കുന്നില്ല. ദിക്ക് കാലഭേദങ്ങളും ഒന്നും അദ്ദേഹത്തിനില്ല. സർവ്വദിക്കിലും വ്യാപിച്ച് നിൽക്കുന്നു. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും സർവത്തിലും വ്യാപിച്ചോ സർവതോമുഖ. അതുകൊണ്ടാണ് ഈശ്വരനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സദാ. ഈശ്വരനല്ലാതെ ഒന്നും കാണാനില്ല അവിടെ. ഇതാണ് മറ്റൊരു പരമസത്യം നമുക്ക് അറിയാനുള്ളത്. നമ്മുടെ മുമ്പിൽ വരുന്നതും നമ്മുടെ ചുറ്റുപാട് കാണുന്നതിലും ഒക്കെ ഈശ്വര സാന്നിധ്യം ഉണ്ട്. എല്ലാം അറിയുന്നുണ്ട് ഭഗവാൻ. സർവജ്ഞനാണ്, സർവതോമുഖ. അപ്പൊ ആ ഒരു നാമം കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും ആനന്ദവും തോന്നും. അദ്ദേഹം നമ്മുടെ അടുത്തുകൊണ്ട്, നമ്മളുടെ ഓരോരുത്തരുടെ അടുത്തുകൊണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ഇതൊക്കെയല്ലേ ഏറ്റവും രസകരമായ അനുഭൂതി എന്ന് ആലോചിച്ച് നോക്കുക. 817 നാമത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. സർവജ്ഞനാണെന്ന് പറഞ്ഞു, സർവതോമുഖനാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സുലഭ എന്നാ പറയുന്നത്. സുഖേന എളുപ്പത്തില് ലഭിക്കപ്പെടാവുന്നവൻ എന്നത്രേ ഒരർത്ഥം. ഏവം ദുർലഭ്യവസ്തുനപി സുലഭതയാ ഹസ്തലഭ്യേ എന്ന് നാരായണത്തിൽ കടക്കുമ്പോൾ 2-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏവം ദുർലഭ്യവസ്തുനപി സുലഭതയാ ഹസ്തലഭ്യേ. എന്നിട്ട് പോലും അപ്പൊ സുലഭനാദ്യം മാത്രമല്ല, ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് അധീനനാക്കാൻ, സ്വാധീനിക്കാൻ സാധ്യമാവുള്ളൂ. അതേപോലെ തന്നെ 777 നാമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദുർലഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് എല്ലാവരും തർക്കിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന്റെ അല്ലെങ്കിൽ അനുഭവം അറിയാനുള്ളതായ പക്വത നമ്മുടെ ഉപാസനയിലോ സാധനയിലോ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ സുലഭത്വം നമുക്ക് ഇല്ലാതെ വരുന്നത്. സുലഭനാണ്. അതുപോലെ തന്നെയാണ് ധ്യാനനിരതനായിരിക്കുന്നതായ ആത്മാക്കളുടെ ഉള്ളില് ഈ ആത്മസത്യം, ഈ പരമസത്യം, ഈശ്വരസത്യം സദാ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. അത് അവരുടെ ജീവിതത്തിലെ ഒരു നിരന്തരമായ ഒരു അനുഭൂതിയും ആനന്ദവുമാണ്. ശ്രീ സുഖബ്രഹ്മർഷി ആയിക്കോട്ടെ, രമണ മഹർഷി ആയിക്കോട്ടെ, രാമകൃഷ്ണ പരമഹംസർ ആയിക്കോട്ടെ, ഈ മഹാത്മാക്കളൊക്കെ സദാ അനുഭവിച്ചിരുന്നത് എവിടെയായാലും ഈശ്വരന്റെ സാന്നിധ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇതിനൊക്കെ ശക്തമായ ഒരു തപസ്സോ ഉപാസനയോ വേണ്ടി വരും. അതുകൊണ്ട് ഈശ്വരൻ സുലഭമാണ്. ശരിക്കും നമ്മുടെ ഉള്ളിലും അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ഈ വസ്തു ഏറ്റവും അടുത്തുള്ളതാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ്. അങ്ങോട്ട് അറിയാത്തത് നമ്മുടെ കുഴപ്പം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് മാത്രമല്ല, എല്ലാ സാധനകളും ഭഗവത് സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷ അനുഭവം
ശരിയായ ധ്യാനത്തിരിക്കുന്ന മഹർഷിമാർക്ക് ഉണ്ടാവും. അതുമാത്രമല്ല, എല്ലാ സാധനകളും മനസ്സിനെ ഭഗവത് ധ്യാനപരമാക്കാനുള്ളതാണ്. അതിന് മാത്രമുള്ളതാണ്. മറ്റു വിഷയങ്ങളിലേക്ക് പോകാനുള്ളതല്ല. മറ്റു വിഷയങ്ങളിലേക്ക് പോണെച്ചാൽ അത് ധ്യാനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലെ 8ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അനന്യചേതാ സതതം യോമാം സ്മരതി നിത്യശ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. അർജുനോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ നിനക്ക് സുലഭനായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ നരനാണ്, നാരായണനാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നരന്റെ കൂടെ നാരായണൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. രണ്ടുപേരും ജോഡിയാണ്. അതാണ് ഭാഗവതത്തിലെ നാരായണ അവതാരത്തിനെ എടുക്കുമ്പോൾ കാണുന്നത്. നാരായണോ നരസഖ എന്നൊക്കെ നാരായണീയത്തിൽ പറഞ്ഞിട്ടുള്ള അതുകൊണ്ടാണ് നരസഖ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അനന്യചേത സതതം, മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ സതതം യോ മാം സ്മരതി നിത്യശ, നിരന്തരമായി എന്നെ ആരാണോ സ്മരിക്കുന്നത്, തസ്യാഹം, അവർക്ക് അഹം സുലഭ പാർത്ഥ, ഞാൻ സുലഭനാണ്. അതെങ്ങനെയാണ്? നിത്യയുക്തസ്യ യോഗിന, നിത്യയുക്തനായിരിക്കുന്ന യോഗി ആണ് അദ്ദേഹം, അങ്ങനെ ഒരാൾ. അപ്പം അതുകൊണ്ട് വീണ്ടും നമുക്ക് ഒരു ഓർമ്മയുണ്ടാവണം, ഈ ഭഗവത് സ്മരണ നിരന്തരമായിട്ടുണ്ടാവും. ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും, ഇഷ്ടം വരുമ്പോഴും അനിഷ്ടം വരുമ്പോഴും, പ്രിയം വരുമ്പോഴും അപ്രിയം വരുമ്പോഴും, എല്ലാ സമയത്തും ഈശ്വര സ്മരണ നമ്മളിൽ നിലനിൽക്കണം. കാരണം എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന അദ്ദേഹമായതുകൊണ്ടാണ്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അത് ഒരു സമാശ്വാസമായിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വന്നാൽ ഇന്ന് കാണുന്ന പല അസ്വസ്ഥതകളും നമുക്ക് ഇല്ലാതാക്കാം, മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ. അതാണ് ഭഗവത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടത്തേക്ക് എത്ര എളുപ്പമാണ് ഞങ്ങളുടെ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട്, എല്ലാ അസ്വസ്ഥതകളും എല്ലാ ദുരിതങ്ങളും. പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ളതായ സ്മരണ ഭഗവാനെ കുറിച്ച് കൊണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്താവിഷയം. അതുകൊണ്ട് സുലഭനാണ് ഭഗവാൻ എന്നാണ് 817ാമത്തെ നാമം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു സാധകൻ എങ്ങനെ ഇരിക്കണം? എല്ലാവരും ഏകാദശി വ്രതം, ഷഷ്ഠി വ്രതം, പ്രദോഷവ്രതം, എല്ലാ വ്രതവും എടുക്കുന്നുണ്ട്. എല്ലാവരും ആ സമയത്ത് ആ ഒരു ദിവസം വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാനെ സ്മരിക്കുന്നുണ്ടാവും. പക്ഷേ ഭഗവാന്റെ ഒരു പേരാണ് സുഹൃത എന്നുള്ളത്. അതിമംഗള രൂപത്തെ ധരിച്ചവൻ എന്നർത്ഥം. ഏറ്റവും മംഗള രൂപത്തിനെ ധരിച്ചിട്ടുള്ള. നമുക്ക് വീണ്ടും നാരായണത്തിൽ പോയി കഴിഞ്ഞാൽ എത്രയിലോക്യമഹീയസോപമഹിതം സമ്മോഹനം മോഹനാൽ എന്നുള്ളതായ 2ാം ദശകത്തിലെ ശ്ലോകത്തിലേക്ക് പോയാൽ സുഹൃത ഏറ്റവും മംഗളസ്വരൂപനാണ് ഭഗവാൻ. സൂര്യസ്പർദ്ധകിരീടം എന്നൊക്കെ പറയുമ്പോൾ, ചന്ദാകാരം ഭുജഗശയനം എന്ന് പറയുമ്പോൾ, അതുമാത്രമല്ല ഓരോ സാധനാനുഷ്ഠാനത്തിൻ്റെയും ഇതിനാ ചെയ്യണത് ഈ വ്രതങ്ങളൊക്കെ അഹന്താജന്യമായിട്ടുള്ളതായ ദുർവാസനകൾ, ഞാനെന്ന അഹങ്കാരം കൊണ്ടുണ്ടാവുന്ന ദുർവാസനകളുടെ നാശത്തിനും ആ വഴിക്ക് തൻ്റെ യഥാർത്ഥമായ ആത്മഭാവത്തിലേക്ക് തിരിച്ചു വരാനുള്ളതായ ഒരു അവസ്ഥയും കൈവരിക്കാനാണ്
എല്ലാ വ്രതങ്ങളും. സ്വർഗപ്രാപ്തിയൊന്നുമല്ല, അല്ലെങ്കിൽ ഇഷ്ടപ്രാപ്തിയല്ല, പ്രിയപ്രാപ്തിയല്ല, ഈശ്വരപ്രാപ്തിയാണ് അത്ര എല്ലാ വ്രതത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ആവേണ്ടത്. അത് മാത്രമാണോ ചോദിച്ചാൽ, ജീവിതത്തിനെ മൊത്തം പഠിച്ചാൽ ഇതൊരു വ്രതമാണ്. നമ്മളൊക്കെ സുഹൃതന്മാരായിരിക്കണം. വ്രതം ചെയ്യണു ശരി, അത് ആയിരിക്കണം. വ്രതം മാത്രമല്ല, ചേർക്കണം അവിടെ. പരമമായ മംഗളത്തിനെ ആർജിക്കാൻ, പരമമംഗളമായ അവസ്ഥയെ കൈവരിക്കാനായിരിക്കണം വ്രതം. അതുപോലെ ഭഗവാനെ സംബന്ധിച്ചുള്ളതായ ഒരു ഏറ്റവും നല്ല വ്രതം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം എന്നൊരു വ്രതം ഭഗവാനുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലും അങ്ങനെ ഒരു വ്രതം ഭാവം, വ്രതനിഷ്ഠ ഉണ്ടാവണം. ദുശ്ശീലങ്ങളെ ഒഴിവാക്കുക, ദുർമോഹങ്ങളെ ഒഴിവാക്കുക. അതുപോലെ മറ്റുള്ളതായ ദോഷങ്ങളെ ഒഴിവാക്കാൻ നോക്കുക. ആദ്യം നമ്മുടെ കുറവുകൾ നമ്മൾ സ്വയം കണ്ടെത്തുക. കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിന് പ്രതിവിധി നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളായിട്ട് വേണം. ഏറ്റവും ശക്തമായ ഇച്ഛാശക്തിയുള്ളവരാണ് നമ്മളൊക്കെ, ക്രിയാശക്തിയുള്ളവരാണ് നമ്മളൊക്കെ, ജ്ഞാനശക്തിയുള്ളവരാണ് നമ്മളൊക്കെ. നമുക്ക് ചെയ്യാം. ഒരു തീരുമാനത്തിലേക്ക് എത്താനും അതൊരു വ്രതം പോലെ അനുഷ്ഠിക്കാനുള്ളതായ ഒരു ധൈര്യവും സന്മനസ്സും നമുക്കുണ്ടാവും. ആ വിൽ പവർ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കണം. വി ഹാവ് ദാറ്റ് കപ്പാസിറ്റി. ശരിക്കും പറഞ്ഞു, ഓരോരുത്തർ ആൾക്കാരും സാഹസികമായി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം ആ സാഹസികതയ്ക്ക് യോജിച്ച ഇച്ഛാശക്തി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ സുഹൃതന്മാരായിത്തീരുക എന്നുള്ളത്, നന്മ ചെയ്യണം എന്നൊരു വ്രതം, സേവ ചെയ്യണം ഒരു വ്രതം, ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്ന എല്ലാ സാധനയും ചെയ്യണം ഒരു വ്രതം. ഇങ്ങനെ സുഹൃതന്മാരായിട്ട് ഒരു സാധകരും മാറണം. ജീവിതത്തിനെ മൊത്തത്തിലൊരു വ്രതമായിട്ട് കാണാനും, അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ട സാധനങ്ങൾ ചെയ്യാനുള്ളതായ ധൈര്യവും സാമർഥ്യവും ഒക്കെ നമുക്ക് ഉണ്ടാക്കണം നമ്മൾ. അതുകൊണ്ട് സുഹൃത, അങ്ങനെയുള്ളതായ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്ത വരുന്ന സാധകന്, അല്ലെങ്കിൽ ഈശ്വരനായിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ ഈശ്വരനെ സിദ്ധിക്കാവുന്നതാണോ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാവുന്നതാണോ, ആ സാന്നിധ്യത്തിൽ അനുഭൂതി കിട്ടാവുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 819 നാമം പറയണു സിദ്ധ എന്നാണ് പറയുന്നത്. സിദ്ധിക്കുന്നവൻ. ഈ സിദ്ധിക്കാന്ന് വെച്ചാല് ഉണ്ട് എന്നുള്ളതായ ഒരു പൂർണ്ണധാരണ ആരുണ്ടെന്നുള്ളത്, ഭഗവാൻ ഉണ്ട് എന്നുള്ളതായ പൂർണ്ണധാരണ നമുക്ക് സിദ്ധിക്കണം. പലപ്പോഴും മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. പല സമയത്തും തോന്നും ഈശ്വരൻ ഉണ്ടോ, സംശയവും. ആപത്തൊക്കെ വരുന്ന സമയത്തോ ഒക്കെ വരുമ്പോൾ നമ്മൾ സംശയം ഉടലെടുക്കാറുണ്ട്. ആ സമയത്തും ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ട്. ഈശ്വരൻ അറിഞ്ഞുകൊണ്ട് തന്ന ഒരു അനുഭവമാണ് എന്ന് മനസ്സിലാക്കാനുള്ളതായ ഒരു അവസ്ഥയും കൂടി ഉണ്ടാവണം നല്ലതാണ്. അപ്പൊ സിദ്ധനാണ്. പിന്നെ സ്വതസിദ്ധനായവൻ എന്നുകൂടി അർത്ഥം. ഇനി ഭഗവാൻ ഒന്നും സിദ്ധിക്കാനില്ല. സർവസിദ്ധികളും സിദ്ധിച്ചിട്ടുള്ളതായ സിദ്ധനാണ്. അപ്പൊ സ്വതസിദ്ധൻ, ഇതും ഉപാസകന്റെ ഒരു നല്ല
പര്യായപദമായിട്ട് എടുക്കാം. സ്വതസിദ്ധനാവും. ഉപാസന കൊണ്ട് ഈശ്വര അനുഗ്രഹത്തിലെ പാത്രമായാൽ പിന്നെ നമുക്ക് അധികം ഈ ലോകത്തിനെ ആശ്രയിക്കേണ്ടി വരില്ല. നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ മുമ്പിൽ ഭഗവാൻ തന്നെ എത്തിക്കും. വലിയ വലിയ മഹാത്മാക്കളുടെ വലിയ വലിയ ഭക്തന്മാരുടെയൊക്കെ ചരിത്രം പഠിച്ചാൽ ഇതൊക്കെ ഈ സിദ്ധാന്തങ്ങളൊക്കെ അവർ ദൃഷ്ടാന്തീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം നമ്മളിലേക്ക് അടുപ്പിക്കും ഭഗവാൻ. ഇതൊക്കെ പ്രാർത്ഥനാ കാലത്ത് പ്രാർത്ഥിക്കേണ്ടതാണത്. എനിക്ക് വേണ്ടത് എന്താണെന്നറിഞ്ഞ് അത് അവിടുന്ന് തന്നെ എൻ്റെ അടുത്ത് എത്തിക്കണം. ഞാൻ അവിടുത്തെ ആശ്രയിക്കുന്ന ഭക്തനായതുകൊണ്ട് അവിടുന്ന് എന്നെ ഉപേക്ഷിക്കരുത് എന്ന ഒരു 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 ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. അതൊന്ന്. പിന്നെ ഒന്നുള്ളത് ഈ സിദ്ധ എന്നുള്ളതിന് പ്രസിദ്ധൻ എന്നുകൂടി അർത്ഥം പറയുന്നുണ്ട്. അത് മാത്രമല്ല, പ്രമാണങ്ങൾക്ക് അപ്പുറത്ത് അനുമാനാദി പ്രമാണങ്ങൾക്കും ഒന്നും അവിടെ ബാധകമല്ല. അതാണ് ഈശ്വരൻ തർക്ക വിഷയം ആവരുത് എന്ന് പറയാൻ കാരണം. ഈശ്വരൻ തർക്ക വിഷയമല്ല. ഈശ്വര സാക്ഷാത്കാരവും തർക്ക വിഷയം അല്ല. അത് തർക്കിച്ച് തീർക്കേണ്ട കാര്യങ്ങളല്ല, സാധന ചെയ്ത് നേടേണ്ട കാര്യങ്ങളാണ്. അപ്പം പ്രമാണങ്ങൾക്കും അപ്പുറത്താണ് ഭഗവാന്റെ സാക്ഷാത്കാരം നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സർവസിദ്ധനാണ്, പരിപൂർണനാണ് അദ്ദേഹം. ഈ മറ്റൊന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് മഹാത്മാക്കള്. ഏത് അവതാരം എടുത്താലും ഭഗവാന്റെ ആ നിത്യവും ശാശ്വതവുമായിട്ടുള്ളതായ നശിക്കാത്തതായ ആ ബ്രഹ്മാവസ്ഥ അദ്ദേഹം മറക്കാറില്ല. ബാക്കിയൊക്കെ അഭിനയമാണ്. ഈ ഒരു അവസ്ഥ ചിന്തിച്ചാൽ നമുക്കും വേണ്ടതല്ലേ? ഓരോരോ സന്ദർഭങ്ങളിൽ നമ്മൾ ഓരോരോ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഫലവത്തായില്ല എന്ന് വരുമ്പോൾ നിരാശപ്പെടാതെ കണ്ട് ആത്മസത്തെക്കുറിച്ചുള്ളതായ ഒരു ചിന്ത ഉള്ളിലുണ്ടാവുന്നത് നല്ലതാണ്. ഇതൊന്നും സാരില്ല, ഞാനിതല്ല. അപ്പൊ അങ്ങനെയുള്ളതായ എന്ന് വെച്ചിട്ട് നിഷ്ക്രിയനായിരിക്കണമെന്നോ നിസ്സംഗനായിട്ട് ലോകത്തിൽ നിൽക്കണമെന്നോ അല്ല പറയണത്. എല്ലാം ചെയ്യുമ്പോഴും ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ശരീരം ഒരു ഉപകരണമാണെന്നും ഇതിനെ ഉപയുക്തമാക്കി തീർക്കുന്നത് അകത്തിരിക്കുന്ന ശക്തിവിശേഷമാണെന്നും ഉള്ളതായ ഒരു ധാരണ. അപ്പോൾ വളരെ പ്രധാനമാണിത്. ഈ ഒരു സിദ്ധ എന്നുള്ളതായ നാമം നമ്മൾ എടുക്കുന്നു. ഇനി 820 നാമം എടുക്കുമ്പോൾ ശത്രുജിത്ത് എന്നാണ് നാമം. ശത്രുക്കളെ ജയിക്കുന്നവൻ എന്നാണ് പറയുന്നത്. നമുക്ക് ശത്രുക്കള് അകത്തുണ്ട് പുറത്തുണ്ട്. ശരിക്ക് പറയാറുണ്ട്, അകത്തെ ശത്രുക്കളെ നമുക്ക് നിയന്ത്രിക്കാനോ ഇല്ലാതാക്കാനോ സാധിച്ചാൽ പുറത്തെ ശത്രുക്കൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അകത്തെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാമക്രോധ ലോഭ മോഹ മതമത്സരങ്ങൾ അസൂയ പലതുമുണ്ട്. അപ്പൊ നമുക്കും ശത്രുജിത്ത് ആവണം നമ്മൾ ശരിക്ക്. ആ ശത്രുജിത്തായി തീരണമെങ്കിൽ നമ്മുടെ മാത്രം ശക്തി കൊണ്ട് നടക്കില്ല, ഈശ്വര അനുഗ്രഹം കൂടി വേണം. അപ്പൊ അതുകൊണ്ടാണ് പ്രാർത്ഥന പ്രവൃത്തി ഇത് രണ്ടും ഒന്നിച്ചു പോട്ടെ എന്ന് പറയാൻ കാരണം.
പ്രവർത്തിച്ചുകൊണ്ട് മാത്രം ജീവിതം ധന്യമാവുന്നില്ല. അത്രയും തന്നെ പ്രാർത്ഥനയും അവിടെ ചേരണം. പ്രാർത്ഥനാനിരതമായ മനസ്സും പ്രവർത്തനനിരതമായ ശരീരവും രണ്ടും ചേരണം. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, ശരീരം കൊണ്ട് പ്രവർത്തിക്കുക. ഇതൊരു ഉപകരണമാണ്. അപ്പൊ അങ്ങനെയുള്ളതായ പ്രവൃത്തിയും പ്രാർത്ഥനയും ചേരുമ്പോൾ ആത്മീയതയിൽ വെച്ചാൽ സാധനയിൽ ഇത് പ്രധാനമാണ്. അതുകൊണ്ടാണ് ശത്രുക്കളെ ജയിക്കാനുള്ളതായ ആ ഒരവസ്ഥ കൈവരിക്കാൻ നമ്മളും ശ്രമിക്കണം, ഈശ്വരനും അനുഗ്രഹിക്കണം. അപ്പൊ അത് വളരെ പ്രധാനമാണ്. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന അല്ലെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. ഈശ്വരാനുഗ്രഹം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശത്രുക്കളെ നമ്മൾ ജയിക്കണം. പുറത്തുള്ള ശത്രുക്കളെ ജയിക്കുന്നതിനേക്കാൾ മുമ്പ് അകത്തെ ശത്രുക്കളെ ജയിക്കുക. അതുപോലെ പുറത്തുള്ള ശത്രുക്കളായാലും നമ്മുടെ ആത്മീയമായ പുരോഗതിക്ക് തടസ്സമാണെങ്കിൽ നമ്മൾ അതിനെയും ഇല്ലാതാക്കേണ്ടതായിട്ട് വരും. അതില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് പോലും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അഹിംസാവാദം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. ഹിംസിക്കേണ്ടിടത്ത് ഹിംസിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അതാണ് അവിടെ ശത്രുജിത്ത് എന്ന് പറയാൻ. അപ്പൊ അതുകൊണ്ട് ആ നാമം വളരെ പ്രധാനമാണ്. 821 നാമം ഇതോട് തന്നെ ബന്ധപ്പെട്ടതാണ്. ശത്രുതാപന എന്നാണ്. ശത്രുക്കളെ സങ്കടപ്പെടുത്തുന്നവൻ. അതാ എന്താ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, തപസ്സുകൊണ്ടാണ് ഒരു സാധകൻ തന്റെ ആന്തരിക പ്രതികൂല ശക്തികളെ കീഴ്പ്പെടുത്തേണ്ടത്. ശത്രുതാപന, ശത്രു ആ ഭാവത്തിനെ നമ്മൾ അത് ശരിയല്ല, തെറ്റാണ്, അതെൻ്റെ സാധനയ്ക്കെതിരാണ്, ഈശ്വരഭാവത്തിനെതിരാണ്, ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപകരിക്കാത്തതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ശത്രുഭാവത്തിൽ നിൽക്കുന്ന, പ്രതികൂല ഭാവത്തിൽ നിൽക്കുന്ന എല്ലാത്തിനെയും നമ്മളും ഒഴിവാക്കണം, മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ ഭക്തന്റെ ഈ അകത്തുള്ളതായ സകല നീചഭാവങ്ങളും ഇല്ലാതാവും. അല്ലെങ്കിൽ ആ ഭക്തി, അതുകൊണ്ടാണ് ഈ നാരായണീതി പറഞ്ഞിട്ടുള്ളത്, ഭക്തിയുടെ ശക്തി കൊണ്ട് പാപവാസന ഇല്ലാതാവും. പാപവാസന ഇല്ലാതാവുന്നില്ലെങ്കിൽ ഭക്തി ശക്തമല്ല എന്ന് ധരിക്കേണ്ടി വരും. ദുർവാസനകളും ദുശ്ചിന്തകളും ഒഴിവാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തിയിൽ എന്തോ വൈകല്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. ഭക്തിയുടെ ശക്തി കൊണ്ട് ഈ ദുർവാസനകളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, ശരിയായ ഭക്തനാണെങ്കിൽ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഭക്തിയുടെ കൂടെ ശക്തി കൂടി ചേർത്തോളൂ, നല്ലതാണ്. എൻ്റെ ഉള്ളിലേക്ക് പ്രതികൂലമായ ചിന്തകളോ പ്രതികൂല ഭാവങ്ങളോ പ്രതികൂലമായ സാഹചര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. ഞാൻ അതിനെ അനുവദിക്കില്ല, പറയില്ല. അതായത് നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അനുവാദം ഇല്ലാതെ കണ്ട് ഇത്തരം പ്രതികൂല ചിന്തകളോ ഭാവങ്ങളോ ഒന്നും അകത്ത് കടക്കാതെ നമ്മൾ തന്നെ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യണം. നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉള്ളത് വിശേഷ ബുദ്ധി കൊണ്ട് യു ഹാവ് ടു അനലൈസ് ഇറ്റ്. അപ്പൊ എടുത്തിയാടി പുറപ്പെടുമ്പോഴും അല്ലെങ്കിൽ ധൃതി പിടിച്ച് വര ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഇതൊന്നും സാധിച്ചു എന്ന് വരാറില്ല. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഭക്തിപൂർവം ശക്തിയോട് കൂടിയിട്ടുള്ളതായ ഉപാസന നമ്മൾ ചെയ്യണം. അതാണ് വേണ്ടത്.
അതിൽ കൂടിയിട്ട് നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാനിവിടെ. ഓരോ നാമങ്ങളും വളരെ വിശേഷപ്പെട്ടതാണ്. എൻ്റെ വ്യക്തിവികാസത്തിനും ആത്മചേതനയുടെ ഉണർവിനും ആത്മീയമായ ഉന്നതിക്കും ഉതകുന്ന തരത്തിലുള്ളതായ നാമങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ നാമങ്ങൾ ഭഗവാന്റെ ആണോ നമ്മുടെയാണോ എന്ന് ചോദിച്ചാൽ നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈശ്വരനാമങ്ങളാണ് ഇതൊക്കെ എന്നാണ് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും സഹസ്രനാമം ജപിക്കുമ്പോൾ ഒക്കെ ഇതൊക്കെ ഓർക്കുക. തന്നെ മുന്നോട്ട് നയിക്കേണ്ടതും തനിക്ക് നന്മ വരുത്തേണ്ടതും നമ്മൾ തന്നെയാണ്, ഈശ്വര അനുഗ്രഹത്തോടു കൂടിയിട്ട്. എവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരിശരണം, ഹരിശരണം, ഹരിശരണം. ഹരിശരണം തിരുമേനി, അങ്ങേക്ക് എൻ്റെ പാദ നമസ്കാരം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില തത്വങ്ങളാണ് അങ്ങ് ഇന്ന് സഹസ്രനാമങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചത്. എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഇവിടെ പറയുകയാണ്. അറിവാണ് ഭഗവാൻ. പുസ്തകം വായിച്ചാൽ മാത്രം അറിവുണ്ടാകില്ല. ഗുരുപ്രസാദമില്ലാത്ത അറിവ് പ്രയോഗിക്കാൻ തന്നെ കഴിയില്ല. ഭഗവാനെ നിർമോഹഭാവത്തിൽ സ്തുതിക്കുന്നവർക്ക് ഭഗവാൻ എപ്പോഴും സുലഭനത്രേ. ഈശ്വര പ്രാപ്തിയാണ് നമ്മുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം. ദുശീലങ്ങളെ ഒഴിവാക്കി വ്രതനിഷ്ഠയോടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം ഒരു പരിധിവരെ ആനന്ദപൂർണമാക്കാൻ കഴിയും. ഭഗവാൻ ഉണ്ട് എന്ന ചിന്ത നമ്മൾ എന്നും ഉറയ്ക്കുക തന്നെ വേണം. ഈശ്വരൻ ഒരിക്കലും ഒരു തർക്ക വിഷയമാകരുത്. പ്രാർത്ഥനാ നിരതവും പ്രവൃത്തി നിരതവുമായ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് ഉള്ളിലും പുറത്തുമുള്ള ശത്രുക്കളെ ജയിക്കാൻ കഴിയൂ. അങ്ങേക്ക് ഒന്നുകൂടി എൻ്റെ പാദ നമസ്കാരം. അടുത്തതായി ആശ്രമ പ്രതിജ്ഞയും സമർപ്പണ മന്ത്രവും ചൊല്ലുന്നതിലേക്കായി തിരുമേനിയെ ഞാൻ ഒന്നുകൂടി ഭക്ത്യാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിശരണം തിരുമേനി. ഹരിശരണം. ഈശ്വര സേവയാകുന്ന ദിവ്യസങ്കല്പ ഭാവത്തിൽ സ്വരാജ്യത്തെയും ഈ ലോകത്തെയും ഞങ്ങൾ സേവിക്കും. ഈശ്വര സേവയാകുന്ന ദിവ്യസങ്കല്പ ഭാവത്തിൽ സ്വരാജ്യത്തെയും ഈ ലോകത്തെയും ഞങ്ങൾ സേവിക്കും. പ്രേമമാണ് ഞങ്ങളുടെ സേവനോപാധി. പ്രേമമാണ് ഞങ്ങളുടെ സേവനോപാധി. ദാനശീലത്തിൽ ഊന്നിയതാണ് ഞങ്ങളുടെ കർമ്മപഥം. ദാനശീലത്തിൽ ഊന്നിയതാണ് ഞങ്ങളുടെ കർമ്മപഥം. സച്ചിദാനന്ദം സഹജീവികളുമായി പങ്കിടുന്ന സഹജാനന്ദമാണ് ഞങ്ങളുടെ ആത്മീയത. സച്ചിദാനന്ദം സഹജീവികളുമായി പങ്കിടുന്ന സഹജാനന്ദമാണ് ഞങ്ങളുടെ ആത്മീയത. ലോകം ഒരു കുടുംബവും ഈശ്വരൻ കുടുംബനാഥനുമാണ്. ലോകം ഒരു കുടുംബവും ഈശ്വരൻ കുടുംബനാഥനുമാണ്. ഈശ്വര കൃപാപാത്രങ്ങളായ അമൃത സന്താനങ്ങളാണ് ഞങ്ങൾ. ഈശ്വര കൃപാപാത്രങ്ങളായ അമൃത സന്താനങ്ങളാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹത്താൽ ഏറ്റവും ഉത്കൃഷ്ടരും തികഞ്ഞ സന്തുഷ്ടരും ആയുരാരോഗ്യ സൗഖ്യാനുഭവികളുമാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹത്താൽ ഏറ്റവും ഉത്കൃഷ്ടരും തികഞ്ഞ സന്തുഷ്ടരും ആയുരാരോഗ്യ സൗഖ്യാനുഭവികളുമാണ് ഞങ്ങൾ. ലോകത്തോടും ഈശ്വരനോടുമുള്ള സത്യസന്ധത ഞങ്ങളുടെ ജീവിതവ്രതമാണ്. ലോകത്തോടും ഈശ്വരനോടുമുള്ള സത്യസന്ധത ഞങ്ങളുടെ ജീവിതവ്രതമാണ്. കർത്തവ്യബോധമുള്ള ഞങ്ങൾ ഈശ്വരേച്ഛയ്ക്കനുസൃതം ധാർമ്മിക ജീവിതം നയിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. കർത്തവ്യബോധമുള്ള ഞങ്ങൾ ഈശ്വരേച്ഛയ്ക്കനുസൃതം ധാർമ്മിക ജീവിതം നയിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ജീവിതം ഈശ്വരന്റെ വരദാനം എന്നുറച്ച് ജീവിതം ഈശ്വരന്റെ വരദാനം എന്നുറച്ച് ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ ഞങ്ങൾ ജീവിതം കലയാക്കും. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ ഞങ്ങൾ ജീവിതം കലയാക്കും. ഓം തത്സത്. ഓം തത്സത്. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കർമ്മവാക്കായജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരിശരണം ഹരിശരണം ഹരിശരണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ബ്രഹ്മാർപ്പണമസ്തു. ഗുരുവായൂരപ്പാ ശരണം. ഹരിശരണം. അടുത്ത ജൂലൈ 4 തീയതി ഞങ്ങൾ ചെന്നൈക്ക് പോവും. 5 തീയതി സപ്താഹം തുടങ്ങും. 12 തീയതി കഴിയും. 13 തീയതി രാവിലെയാണ് ഇവിടെ എത്തുക. അന്നാണല്ലോ സമ്പൂർണ്ണ നാരായണീയം. അപ്പം ആ ഒരു കുറച്ച് സമയം ചില അറേഞ്ച്മെന്റ് വേണ്ടി വരും ഞാൻ വിചാരിക്കുന്നു. എത്തിയ ഉടനെ തന്നെ നമ്മൾ അതിൽ പങ്കെടുക്കും. ട്രെയിനൊക്കെ ആയതുകൊണ്ടാണ് മുഴുവൻ അങ്ങോട്ട് പറയാൻ വയ്യാത്തത്. അപ്പം ഏതായാലും അങ്ങനെ വന്നാൽ ആ ഗ്യാപ്പൊക്കെ ഒന്ന് എല്ലാ സേവകരും വേണ്ട പോലെ ചെയ്താൽ മതി. മറ്റൊന്നും പറയാനില്ല. സോവനീറിൻ്റെ പണി കുറച്ചുകൂടി പ്രിന്റ് ചെയ്ത് വരാനുണ്ട്. പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. വന്നു കഴിഞ്ഞാൽ പോസ്റ്റിംഗ് തുടങ്ങും. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരിശരണം ഹരിശരണം ഹരിശരണം. ഹരിശരണം. ഇന്നത്തെ ശ്രീ വിഷ്ണു സഹസ്രനാമ സത്സംഗം പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. ഈ സത്സംഗം ഉപസംഹരിക്കുന്നതിലേക്കായി ഷാജി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിശരണം. ഹരിശരണം. ജയ ശ്രീറാം. ഞാൻ വ്യാഴാഴ്ച നാട്ടിലെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ കൺക്ലൂഷനാണ്. നല്ല മഴയും കാലാവസ്ഥയും വളരെ സന്തോഷമാണ് നാട്ടിലെത്തിയപ്പോൾ. എന്താണെങ്കിലും പ്രതീക്ഷയിൽ കുറച്ചുകൂടി നേരത്തെ തന്നെ എത്താൻ പറ്റി. ഞാൻ ഓഗസ്റ്റിലൂടെ വരണം എന്ന് വിചാരിച്ചിരുന്നേ. പക്ഷെ നേരത്തെ വരേണ്ടി വന്നു. എന്തായാലും എല്ലാം ഗുരുവായൂരപ്പൻ അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ തിരുമേനി ഇന്ന് സൂചിപ്പിച്ച 2 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും മനസ്സിൽ തോന്നിയത്. ഒന്ന്, ശത്രുജിത്ത്. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോയി ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിക്കാറുണ്ട് അല്ലേ? ശരിക്കും അത് ശത്രു സംഹാരമല്ല, ശത്രുതാ സംഹാരമാണ്. പല ക്ഷേത്രങ്ങളിലും എഴുതിയ ശത്രു സംഹാരം എന്നാണ്. ശത്രുവിനെ സംഹരിക്കുക, നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ സംഹരിക്കുക എന്നുള്ളതാണ് ശത്രുത. മറ്റുള്ളവരോടുള്ള ശത്രുതാ മനോഭാവം. കാരണം ശത്രു സംഹാര പൂജയ്ക്ക് പുഷ്പാഞ്ജലിക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പം നമ്മൾ നാളും പേരും പറയുന്നത് നമ്മുടെ നാളും പേരും തന്നെയാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുതയാണ് ഇല്ലാതാക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറയണ്ടേ, അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിട്ട് നിരന്തരം ശത്രുതയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അയാൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. പല ദിവസവും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു ജീവിതം മുമ്പോട്ടിക്കൊണ്ടിരുന്നത്. ഒരു മനസ്സമാധാനമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അവരുടെ ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് വളരെ രമ്യതയിലായി. അപ്പൊ അദ്ദേഹം പറയായിരുന്നു, ഇപ്പൊ എന്തൊരു സമാധാനമാണെന്നറിയാം മനസ്സിന്. കാരണം നമ്മൾ ഒരാളോട് ശത്രുതയായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകും. ശത്രുതാ മനോഭാവം ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞ പ്രേമമാണ് നമ്മളുടെ സേവനോപാധി. നമ്മുടെ പ്രജ്ഞ പറയുന്ന പോലെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുക, ആരെയോടും വിദ്വേഷം കാണിക്കാതിരിക്കുക. പിന്നെ തിരുമേനി പറഞ്ഞ ഒരു കാര്യം, എല്ലാത്തിലും ഈശ്വരനെ കാണുക, ഈശ്വരൻ കൂടിയുണ്ടെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും അങ്ങനെ ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പറ്റില്ലായിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ ചില ആളുകളോട് മാത്രം താല്പര്യം തോന്നി കാണുന്നതെല്ലാം അവരായിട്ട് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറയുന്നത്, നമ്മൾ 2019 ആശ്രമത്തിൽ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരി ചേച്ചിയമ്മ ഞങ്ങൾ വിളിക്കുന്ന ഗുരുക്കുട്ടിയമ്മ, ചേച്ചിയമ്മ ആ ക്യാമ്പിൽ പങ്കെടുക്കുകയുണ്ടായി. ചേച്ചിയമ്മ നാരായണീയ ഗുരുവായൂരപ്പ ധ്യാന ശ്ലോകങ്ങളൊക്കെ ചൊല്ലി, അതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ചേച്ചിമ്മ ഇപ്പൊ 95 വയസ്സോളം ആയിട്ടുണ്ട്. അപ്പം ഞാനുമായിട്ട് ഭയങ്കര ആത്മീയ ബന്ധമുള്ളൊരു അമ്മയാണ്. അപ്പൊ ഞാൻ ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ തന്നെ ചേച്ചിമ്മ പറയായിരുന്നു, നീ പോയാൽ നീ എന്നാ വരുന്നത്, നീ വരുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചേച്ചിമ്മ ഒരു കുഴപ്പമുണ്ടാവില്ല, ഗുരുവായൂരപ്പൻ അതുകൊണ്ട് ചേച്ചിമ്മ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നപ്പോൾ ചേച്ചിമ്മ വളരെ സന്തോഷമായി.
അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ചേച്ചിമാരുടെ ചെറുമോൻ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ചെറുമോൻ ജയൻ പുള്ളിയായിട്ട് സംസാരിച്ച് പോകുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യം പറയാം, ചേച്ചിമ്മയ്ക്ക് എപ്പോഴും ഷാജിച്ചേട്ടന്റെ കാര്യം പറയാനേ നേരെ ഉള്ളൂ എന്ന് പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ പറയും ഷാജിയെ കണ്ടില്ലല്ലോ എന്ന്. എന്നിട്ട് രസകരമായ ഒരു കാര്യം പറഞ്ഞാൽ വെച്ചാല്, ഇലക്ഷന്റെ സമയത്ത്, സാധാരണ ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞാനും ഒക്കെ ഇലക്ഷന്റെ വർക്കിലൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ ഇലക്ഷന്റെ സമയത്ത് ഞാൻ ഇല്ലാത്തതുകൊണ്ട് ചേച്ചിമ്മ ഇപ്പോഴും ഷാജിയെ കണ്ടില്ലോ എന്നുള്ളതായിരുന്നു. അവസാനം ഇലക്ഷന് പോയി വോട്ട് ചെയ്യാൻ ചെന്നപ്പം ഇവരോടൊന്ന് പറഞ്ഞൊക്കെ വിട്ടു ഓരോരുത്തരെ ഏത് പാർട്ടിക്കാ ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷെ അവിടെ ചെന്നപ്പം ബാലറ്റ് പേപ്പറിൽ ഷാജി എന്നൊരാളുടെ പേര് കണ്ടു, അതിന് വോട്ട് ചെയ്തിട്ട് പോന്നു. ആരാന്ന് പോലും അറിയില്ല. അപ്പൊ ആ ഒരു മനസ്സിൽ ആ ഒരു ചിന്ത വന്നതോടുകൂടി എല്ലാത്തിലും എവിടെ ഷാജി കണ്ടാലും ചേച്ചിമ്മയ്ക്കാനുള്ള അറ്റാച്ച്മെന്റ് വരുന്ന പോലെ ഒരു ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെയാണ് നമുക്ക് ഈശ്വരനോടുള്ളൊരു ഇത്. നമുക്ക് ഈശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാല് കാണുന്നതും ചെയ്യുന്നതും എല്ലാം നമുക്ക് ഈശ്വരനായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാത്തിലും ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട്, ക്രൂരമ്മയെ പോലെ എല്ലാത്തിലും ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ട് എന്നുള്ളതിൽ, മീരാഭായിയെ പോലെ ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കും. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, അപ്പൊ എങ്ങനെയാണ് മനുഷ്യന്റെ ആ മനസ്സ് പോകുന്നത്. നമ്മൾ ഒരു കാര്യം തന്നെ ചിന്തിക്കുമ്പോൾ അതിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് പോകുന്ന പോലെ ഈശ്വരീയമായ കാര്യം, ഇപ്പൊ തിരുമേനി സൂചിപ്പിച്ച പോലെ ഭഗവാനെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് എല്ലാത്തിലും ഭഗവാനെ കാണുക, ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളതിൽ ഈശ്വരാർപ്പിതമായിട്ടെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന്റെ പ്രയോജനം നമുക്ക് കിട്ടും. അതിന് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം കൂടെ നമുക്ക് സമർപ്പിക്കാം. നാളെ 7 മണിക്ക് തിരുമേനിയുടെ ഭഗവത്ഗീത ക്ലാസ് ഉണ്ടാവും. പിന്നെ തിരുമേനി പോകുന്ന സമയത്ത് ജൂലൈ 4 മുതൽ ചെന്നൈയിലെ സപ്താഹ പോകുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാം. ക്ലാസ് മുടങ്ങാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവിടുന്ന് ഇപ്പൊ ലൈവ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്. എന്താണെങ്കിലും വൃന്ദാവനത്തിൽ പോയപ്പോഴും നമ്മൾ കാര്യങ്ങൾ നടത്തിയ പോലെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഗുരുവായൂരപ്പൻ ഒരു വഴി കാണിച്ചു തരുമെന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. ഹരിശരണം. ക്ലോസ് ചെയ്യാം. ജലക്ഷ്മി എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സാർ. ഹരിശരണം. ക്ലോസ് ചെയ്യാം. ഹരിശരണം. ഹരിശരണം.